വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. സീരിയസ് ആയിട്ടൊരു വിഷയമാണോ ചർച്ച ചെയ്യുന്നത് ഈ സിനിമയിൽ? ഭയങ്കരമായിട്ട് ഞെട്ടിയപ്പോ എങ്ങനെയുണ്ട്? ഒരുപാട് പേരുണ്ടല്ലോ, ലാല്, നമ്മളെ സൈജു കുറുപ്പ്, ഇവരൊക്കെ എങ്ങനെയുണ്ട്? നായിക എങ്ങനെ ഉണ്ടായിരുന്നു? വാണി വിശ്വനാഥൻ കുറെ നാൾക്ക് ശേഷമാണല്ലേ തകർത്ത്? നല്ല പടമല്ലേ? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സിനിമയിൽ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ 1-2 വർഷമായി ഈ പടം തുടങ്ങിയിട്ട്. വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇതിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ട്, കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മൂവിയാണ്, വെറൈറ്റി ഒരു മൂവിയാണ്. ഇപ്പം ശ്രീനാഥ് ബാസിയുടെ ഒരു അത്യാവശ്യം കൊള്ളാം, പടം കൊള്ളാം, കാണേണ്ട പടമാണ്. ഒരു രക്ഷയില്ലാത്ത പടം, അത് കണ്ട് തന്നെ അത് അനുഭവിക്കേണ്ടതാണ്, അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, അത് കാണേണ്ട സാധനമാണ്. സൂപ്പർ എങ്ങനെയുണ്ടായിരുന്നു? ശ്രീനാഥ് ബാസിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇതെങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊരു സിനിമ, ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സിനിമയാണോ ഭയങ്കരമായിട്ട്? അതോ സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സാവൂണ്ണം വന്നപ്പോൾ തിയേറ്ററിൽ ഇതെങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊരു വിഷയമാണോ ഇതിൽ ചർച്ച ചെയ്യുന്നത്? നായിക എങ്ങനെയുണ്ട്? നമ്മളെ എക്സ്പീരിയൻസ് നോക്കി ഒരു 80 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തൊരു പടമാണ്. അത് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇത്രയ്ക്ക് ക്രൗഡുള്ള സ്ഥലത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ക്രൂ നമുക്ക് സപ്പോർട്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു ഇതായിട്ട് വന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. ശ്രീനാഥ് ബാസി എങ്ങനെയുണ്ട്? കുറെ നാൾക്ക് ശേഷം പുള്ളിയുടെ പടം ഇറങ്ങുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലും അതേപോലെ